What is the primary hormone responsible for maintaining pregnancy in the first trimester? Options are estrogen, progesterone, HCG means human chorionic gonadotropin, luteinizing hormone. ഏത് നേഴ്സിംഗ് ലൈസൻസ് എക്സാമാണ്, പ്രോമെട്രിക്, ഹാർഡ്, DME ഏത് എക്സാം ആണെങ്കിലും MCQ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തതിന് ശേഷം വേണം റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ പലപ്പോഴും ഓപ്ഷൻ റൈറ്റ് ആണ് എന്നോർത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നത് തെറ്റാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഫസ്റ്റ് റൈറ്റ് ഓപ്ഷനിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്. ഇതിൽ 4 ഹോർമോൺസിൻ്റെ പേരാണുള്ളത്: ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോഫിൻ ആൻഡ് ലൂട്ടനൈസിങ് ഹോർമോൺ. ഇതിൽ ഫസ്റ്റ് റിമൂവ് ചെയ്യാവുന്നത് ലൂട്ടനൈസിങ് ഹോർമോണാണ്. ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെ ഫങ്ഷൻ to support or stimulate ovulation ആണ്. It's during menstrual cycle luteinizing hormone is very important, but in first trimester pregnancy once is fertilized luteinizing hormone role അത്ര important അല്ല. So we can eliminate the fourth option, luteinizing hormone. നെക്സ്റ്റ് ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോഫിൻ ആണ്. ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോഫിൻ റിലീസ് ചെയ്യുന്നത് ബ്ലാസ്റ്റോസൈറ്റ് അല്ലെങ്കിൽ ട്രോഫോപ്ലാസ്റ്റിക് പാർട്ട് ഓഫ് ദ ബ്ലാസ്റ്റോസൈറ്റ് ആണ്. HCG റിലീസ് ചെയ്യുന്നത് ടു സ്റ്റിമുലേറ്റ് ദ കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനാണ്. എന്തിനാണ്? ടു പ്രൊഡ്യൂസ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. സോ HCGക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ റോൾ ഉണ്ട്. പക്ഷേ ദിസ് ഇസ് നോട്ട് ദ പ്രൈമറി റോൾ. സോ ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കും. തേർഡ് ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജൻ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനല്ല, പ്രോളിഫറേഷൻ ഓഫ് ദ എൻഡോമെട്രിയത്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഒരു അളവ് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഉണ്ടെങ്കിലും ഈസ്ട്രജൻ അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ആണ്. അതുകൊണ്ടാണ് പ്രൊജസ്ട്രോൺ കുറവാണെങ്കിൽ അബോർഷന് ചാൻസ്, ബ്ലീഡിങ്, സ്പോട്ടിങ് ഇങ്ങനെയൊക്കെ വരുന്നതും ഇഞ്ചക്ഷൻ പ്രൊജസ്ട്രോൺ കൊടുക്കുന്നതും. സോ ദ ഫസ്റ്റ് ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പ്രഗ്നൻസി ഈസ് പ്രൊജസ്ട്രോൺ. സോ പ്രൊജസ്ട്രോൺ ഹാസ് ടു ചൂസ്. നെക്സ്റ്റ്, വിച്ച് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ലെസ് ഇൻ മെറ്റേണൽ കാർഡിയോവാസ്കുലർ അഡാപ്റ്റേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി? Options: increased systemic vascular resistance, decreased cardiac output, increased blood volume, decreased stroke volume. Question: which physiological changes ആൻറ്റിനേറ്റൽ പീരീഡിൽ മൾട്ടി ഓർഗൻ, എല്ലാ ഓർഗനിലും ദർ വിൽ ബി ഫിസിയോളജിക്കൽ ചേഞ്ചസ്. എല്ലാ ഓർഗനിലും ഫിസിയോളജിക്കൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫിസിയോളജിക്കൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്നാണ്. ഇതിൽ വിച്ച് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കർ ഇൻ കാർഡിയോവാസ്കുലർ അഡാപ്റ്റേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി? കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ 40-50% ഓഫ് പ്ലാസ്മ ഇൻക്രീസ് ചെയ്യുന്നു. സോ എന്തായിരിക്കും? കാർഡിയാക് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും, ബ്ലഡ് വോളിയം കൂടുതലായിരിക്കും, സ്ട്രോക്ക് വോളിയം കൂടുതലായിരിക്കും, വാസ്കുലാർ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ഇതിൽ ഓപ്ഷൻ ഡിക്രീസ്ഡ് സ്ട്രോക്ക് വോളിയം തെറ്റാണ്, ഇൻക്രീസ്ഡ് സ്ട്രോക്ക് വോളിയമാണ്. ദെൻ ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് അല്ല, ബിക്കോസ് പ്ലാസ്മ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ആകണം. ഇൻക്രീസ്ഡ് സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻ്റ് അല്ല, കാരണം ഫ്ലൂയിഡ് ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ട് ഡിക്രീസ്ഡ് സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബ്ലഡ് വോളിയം ആണ്. ഇൻക്രീസ്ഡ് ബ്ലഡ് വോളിയം. നെക്സ്റ്റ്, at what gestation age is the nuchal translucency scan performed? NT scan or nuchal translucency scan ഏത് ജസ്റ്റേഷൻ ഏജിലാണ്? ഫസ്റ്റ് ട്രമസ്റ്റർ, സെക്കൻഡ് ട്രമസ്റ്റർ അല്ലെ വീക്സ്? ഏതാണ് ക്വസ്റ്റ്യൻ? 5 to 8 weeks, 11 to 14 weeks, 18 to 22 weeks, 24 to 28 weeks. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്ന് അറിഞ്ഞിരിക്കണം. ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ ഏർലി പ്രഗ്നൻസി ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ടാണ്. ഈ അൾട്രാസൗണ്ടിൽ നോട്ടിഫൈ ചെയ്യുന്നത് ദർ ഈസ് ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഇൻ ദ ബാക്ക് ഓഫ് ദ ഫീറ്റൽ നെക്ക്. അതായത് ഫീറ്റസിൻ്റെ ബാക്ക് സൈഡിൽ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി നോട്ട് ചെയ്താൽ അതിനർത്ഥം ദർ ഈസ് ഹൈ ചാൻസ് ഫോർ ക്രോമസോമൽ അബ്നോർമാലിറ്റി, എക്സ്പെഷ്യലി ഡൗൺ സിൻഡ്രം. ഇത് ഏർലി പ്രഗ്നൻസിയിൽ ഡൗൺ സിൻഡ്രത്തിന് ചാൻസ് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ട് സ്റ്റഡിയാണ്. ഇത് വൾണറബിൾ ഗ്രൂപ്പിനാണ്, അതായത്
ഫാമിലിയിൽ ആർക്കെങ്കിലും ഡൗൺ സിൻഡ്രത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പാരൻസിന് ആർക്കെങ്കിലും ഒരാൾക്ക് ഡൗൺ സിൻഡ്രത്തിൻ്റെ ഹിസ്റ്ററി, സിബ്ലിങ്ങിന് ഡൗൺ സിൻഡ്രത്തിൻ്റെ ഹിസ്റ്ററി ഉള്ള ഫീറ്റസിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ഏർലി പ്രഗ്നൻസി ചെയ്യുന്നത്. സോ നെക്കിൾ ട്രാൻസ്ലൂസൻസിസ് ക്യാൻ പെർഫോം ചെയ്യുന്ന വീക്സ് 11 to 14 വീക്സ് ആണ്. 5 to 8 വീക്സിൽ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ആകില്ല. 11 to 14 വീക്സിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ആഫ്റ്റർ ദാറ്റ് 14 വീക്സ് കഴിഞ്ഞ് അത് മച്യൂരിറ്റി പീരീഡിലേക്ക് പോകുന്നത് കൊണ്ട് ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് കാണാൻ സാധിക്കില്ല. സോ ബിറ്റ്വീൻ ദീസ് വീക്സ് ദ അൾട്രാസൗണ്ട് ഹാസ് ടു പെർഫോം ടു ഫൈൻഡ് ഔട്ട് ദ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി അറ്റ് ദ ബാക്ക് ഓഫ് ദ ഫീറ്റസ്. സോ ആൻസർ ഈസ് 11 to 14 വീക്സ്. Which of the following is a contraindication to vaginal delivery? Options: breech presentation, placenta previa, gestational diabetes, pre-eclampsia. കോൺട്രാഇൻഡിക്കേഷൻ, വജൈനൽ ഡെലിവറിക്കുള്ള കോൺട്രാഇൻഡിക്കേഷൻ. ഫസ്റ്റ്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ക്യാൻ ലീഡ് ടു വേഴ്സൺ ദ സിറ്റുവേഷൻ, ദെൻ വജൈനൽ ഡെലിവറി ഈസ് നോട്ട് റെക്കമെൻഡഡ്. അതാണ് ഇതിൽ വരുന്നത്. ബ്രീച്ച് പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ബ്രീച്ച് പ്രസൻറ്റേഷനൊക്കെ ആണെങ്കിൽ, ബ്രീച്ച് പ്രസൻറ്റേഷൻ 3 ടൈപ്പ് ഉണ്ട്, അതിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഫുഡ് പ്രസൻറ്റേഷൻ, കംപ്ലീറ്റ് പ്രസൻറ്റേഷൻ, ഇതൊന്നും ഇവിടെ ചെയ്യാത്തത് കൊണ്ട് ബ്രീച്ച് പ്രസൻറ്റേഷനിൽ നോർമൽ ഡെലിവറി സാധ്യമാണ്. കംപ്ലീറ്റ് ബ്രീച്ച് പ്രസൻറ്റേഷൻ, നോർമൽ ഡെലിവറി ഈസ് പോസിബിൾ. എന്താണ്, പേഷ്യൻറ്റിന് ലൈ അനുസരിച്ചാണ്, ട്രാൻസ്വേഴ്സ് അല്ല, വെർട്ടിക്കൽ ലൈ ആണെങ്കിൽ പോസിബിൾ ആണ്. സോ ഇതല്ല ആൻസർ. വജൈനൽ ഡെലിവറി ഈസ് പോസിബിൾ വിത്ത് ബ്രീച്ച് പ്രസൻറ്റേഷൻ. ജസ്റ്റേഷൻ ഡയബറ്റിസ്, നോർമൽ ഡെലിവറി ഈസ് പോസിബിൾ ആണ്. അതർവൈസ് ബേബി ഈസ് മാക്രോസോമിക്, മോർ ദാൻ 4.5 kg അല്ലെങ്കിൽ നോർമൽ ഡെലിവറി പോസിബിൾ ആണ്. there is chance for vaginal tear, bleeding, everything, but there is possible, but even possible ആണ്. ഓക്കെ, സോ അതും എലിമിനേറ്റ് ചെയ്യണം. പ്രീ എക്ലാംസിയ മീൻസ് ഹൈപ്പർ ടെൻഷനാണ്. ഇൻ ലേറ്റർ പ്രഗ്നൻസി, 3rd ട്രിമസ്റ്ററിലൊക്കെയുള്ള ഹൈപ്പർ ടെൻഷനാണ്. ഈ ഹൈപ്പർ ടെൻഷൻ അണ്ടർ കൺട്രോൾ ആണെങ്കിൽ പേഷ്യൻറ്റിന് നോർമൽ ഡെലിവറി പോസിബിളാണ്. സോ ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഓപ്ഷൻ പ്ലസൻറ്റ പ്രീവിയാണ്. പ്ലസൻറ്റ പ്രീവിയ മീൻസ് ഇതിൽ ഏത് ടൈപ്പ് പ്ലസൻറ്റ പ്രീവിയ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. മാർജിനലാണോ, ഫസ്റ്റ് ഡിഗ്രി ആണോ, എത്ര, അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് പ്ലസൻറ്റ പ്രീവിയയിൽ നോർമൽ ഡെലിവറി ഇൻഡ്യൂസ് ചെയ്താൽ there is chance for hemorrhage. That's why, otherwise means placental separation. That's why placenta previa is not possible with vaginal delivery is not recommended. Which stage of labor end with full cervical dilation? Which stage of labor end with full cervical dilation? Options: latent phase, active phase, first stage, second stage. ക്വസ്റ്റ്യൻ ഏത് സ്റ്റേജ് എന്നാണ്, അതുകൊണ്ട് തന്നെ സ്റ്റേജാണ് ഇതിൽ നോക്കേണ്ടത്. ഫേസസും സ്റ്റേജസും ഉണ്ട്. സ്റ്റേജിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും ഫേസ്. ഒരു സ്റ്റേജിൽ 3 phases, 2 phases അങ്ങനെ പറയും. സ്റ്റേജും ഫേസും ഉണ്ടെങ്കിൽ ഫേസ് എപ്പോഴും സ്റ്റേജിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ലേബറിന് 4 സ്റ്റേജ് ഉണ്ട് എന്നെപ്പോഴും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല. സോ 4 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് മീൻസ് പ്രോഗ്രസീവ് കൺട്രാക്ഷൻ, ഡിസെൻഡ് ഓഫ് പ്രസൻറ്റിംഗ് പാർട്ട് ആണ്. കംപ്ലീറ്റ് എഫേസ്മെൻറ്റും കംപ്ലീറ്റ് ഡയലേഷനും, സെർവിക്കൽ എഫേസ്മെൻറ്റ്, ഫുള്ളി എഫേസ്മെൻറ്റ് ആൻഡ് ഫുള്ളി ഡയലേഷൻ വരുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുള്ളി ഡയലേഷൻ ആൻഡ് ഫുള്ളി എഫേസ്മെൻറ്റ് ഓഫ് ദ സെർവിക്സോട് കൂടിയാണ്. ദാറ്റ് മീൻസ് എൻഡ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ എൻഡും സെക്കൻഡ് സ്റ്റേജിൻ്റെ ബിഗിനിങ്ങുമാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. വിച്ച് സ്റ്റേജ് ഓഫ് ലേബർ എൻഡ് മീൻസ് ഫസ്റ്റ് സ്റ്റേജ് ആണ്. സോ എൻ്റെ ആൻസർ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് പോസ്റ്റ്മോർട്ടം ഹെമറേജ്? പോസ്റ്റ്മോർട്ടം ഹെമറേജിൻ്റെ മോസ്റ്റ് കോമൺ കോസ്, ദർ ഈസ് മൾട്ടിപ്പിൾ കോസസ് ഫോർ പോസ്റ്റ്മോർട്ടം ഹെമറേജ്, ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് what is the most common cause of postmortem hemorrhage? Retained placenta, uterine atony, uterine rupture, coagulopathy. Here retained placenta
is also can lead to hemorrhage. Retained placenta always cause secondary postpartum hemorrhage. So retained placenta we can keep it like query. It's not most common, but again uterine rupture, it's a very rare condition. It's not common, so we can eliminate. Uterine rupture also can lead to postpartum hemorrhage, even postpartum antepartum hemorrhage, but it's not the most common. It's a very rare condition, so we eliminated the option. Coagulopathy means any coagulation disorder, any coagulation factor disorder, DIC. This whole condition also can lead to bleeding, but idoru primary cause alla. There is chance, but this is secondary, tertiary, any cause agam, but it's not primary or most common cause. Most common cause uterine atony aanu. Uterine atony means uterusinte capacity to contract, യൂട്രസിൻ്റെ കപ്പാസിറ്റി ടു കൺട്രാക്ട് അത് റെഡ്യൂസ് ആകുന്നത് കൊണ്ട് യൂട്രസ് വളരെ സോഫ്റ്റ് ബാഗി അപ്പിയറൻസ് ആയിരിക്കും. അതുകൊണ്ട് കൺട്രാക്ഷൻ നടക്കാത്തത് കൊണ്ട് ബ്ലഡ് വെസൽസ് കൺട്രാക്റ്റ് ചെയ്യുന്നില്ല, ബ്ലീഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. എവിടുന്നാണ്? പ്ലാസൻ്റ സെപ്പറേറ്റ് ആകുന്ന സ്ഥലത്തു നിന്ന് ലാർജ് ബ്ലഡ് വെസൽസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ലാർജ് ബ്ലഡ് വെസൽസ് ആ സൈറ്റിൽ കൺട്രാക്റ്റ് ചെയ്താൽ മാത്രം, യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കൺട്രാക്റ്റ് ചെയ്ത് അതിൻ്റെ ലൂമൻ്റെ സൈസ് റെഡ്യൂസായി ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുകയുള്ളൂ. പേഷ്യൻറ്റിൻ്റെ യൂട്രസ് റിലാക്സ്ഡ് ഫോമിലാണെങ്കിൽ അല്ലെങ്കിൽ യൂട്രൈൻ എറ്റോണി ആണെങ്കിൽ ഈ ബ്ലഡ് വെസൽസിന് കൺട്രാക്ഷൻ സംഭവിക്കുന്നില്ല, നാരോയിങ് സംഭവിക്കുന്നില്ല. ദെയർ ഈസ് ഹൈ ചാൻസ് ഫോർ ബ്ലീഡിങ്. സോ ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് പോസ്റ്റ്പാർട്ടം ഹെമറേജ് ഈസ് യൂട്രൈൻ എറ്റോണി. What is the classic triad of symptoms in ectopic pregnancy? Triad, of course, there will be 3 symptoms. Triad of symptoms of ectopic pregnancy. Ectopic pregnancyയുടെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 3 സിംറ്റംസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, അമിനോറിയ, അബ്ഡോമിനൽ പെയിൻ, വജൈനൽ ബ്ലീഡിംഗ്. ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂറിയ, എഡീമ. ഫീവർ, യൂട്രൈൻ ടെൻഡർനെസ്, ഫോൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്. ഹെഡേക്ക്, വിഷ്വൽ ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർഫ്ലെക്സിയ. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇതിൽ ഓപ്ഷൻസ് റൈറ്റോ റോങ്ങോ ഡസൻ മാറ്റർ. പക്ഷേ ഇത് എല്ലാ ഓപ്ഷനിലും വരുന്നത് 3 സിംറ്റമാണ്. ഈ 3 സിംറ്റം ഏതെങ്കിലും ഒരു ഡിസീസിൻ്റെ ട്രയാഡ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതിൽ എക്ടോപിക് പ്രഗ്നൻസി ആണ് ചോദിക്കുന്നത്. എക്ടോപിക് പ്രഗ്നൻസി മീൻസ് ഫെർട്ടിലൈസ്ഡ് ഓവം ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് യൂട്രസിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും സൈറ്റിൽ, എക്ടോപിക് ട്യൂബിലാകാം, ഫളോപ്പിൻ ട്യൂബിലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂറൽ യൂട്രസിൻ്റെ മസിൽസിലാകാം, സെർവിക്സിലാകാം, പെരിറ്റോണിയൽ ക്യാവിറ്റിയിലാകാം, എവിടെ വേണമെങ്കിലും ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നു. ബട്ട് നോട്ട് ഇൻ ദ അപ്രോപ്രിയേറ്റ് പ്ലേസ്. ദാറ്റ് മീൻസ് ഇൻ യൂട്രസിലല്ല. സോ എക്ടോപിക് പ്രഗ്നൻസിയുടെ സൈൻ അമ്നോറിയ, ബിക്കോസ് പേഷ്യൻറ്റിന് ഇംപ്ലാന്റേഷൻ സംഭവിച്ചു, അതായത് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചതുകൊണ്ട് അബ്നോറിയ വരാൻ ചാൻസ് ഉണ്ട്. അബ്ഡോമിനൽ പെയിൻ ഓൾസോ ചാൻസ് ഉണ്ട്, കാരണം ഫെർട്ടിലൈസ് സംഭവിച്ചിരിക്കുന്നത് കറക്റ്റ് സൈറ്റിലല്ല. വജൈനൽ ബ്ലീഡിങ്, ഇത് ആൻസർ ഇതാണ്. അബ്നോറിയ, അബ്ഡോമിനൽ പെയിൻ ആൻഡ് വജൈനൽ ബ്ലീഡിങ്. സെക്കൻഡ് ഓപ്ഷൻ, ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂറിയ, എഡിമ. ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂറിയ, എഡിമ ഇത് പ്രീ എക്ലാംസിയയുടെ ക്ലാസിക് ട്രയാഡാണ്. ഇത് പ്രീ എക്ലാംസിയ എന്ന് പഠിക്കുക. നെക്സ്റ്റ്, ഫീവർ, യൂട്രൈൻ ടെൻഡർനെസ് ആൻഡ് ഫോൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്. യൂട്രൈൻ ഇൻഫെക്ഷൻ്റെ ട്രയാഡ്സ് ആണ്. യൂട്രൈൻ ഇൻഫെക്ഷൻ, എസ്പെഷ്യലി എൻഡോമെട്രിയറ്റിസിൻ്റെ സൈനാണ്. ഹെഡേക്ക്, വിഷ്വൽ ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ റിഫ്ലെക്സിയ ഇത് എക്ലാംസിയുടെ സൈനാണ്. എക്ലാംസിയുടെ കാരണം സിഷറിന് മുമ്പുള്ള സൈനാണ്, എക്ലാംസിയുടെ സൈനാണ്. സോ ഇത് എല്ലാം പഠിക്കുന്നത് നല്ലതാണ്. ഇവിടെ എക്ടോപിക് പ്രഗ്നൻസിയുടെ ഓപ്ഷൻ അമ്നോറിയ, അബ്ഡോമിനൽ പെയിൻ ആൻഡ് വജൈനൽ ബ്ലീഡിംഗ്. വാട്ട് ഈസ് ദ പ്രൈമറി കോസ് ഓഫ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം ഇൻ infant? Primary cause of respiratory distress syndrome in infant: surfactant deficiency, congenital heart disease, hypoglycemia, maternal diabetes. Primary cause of respiratory distress syndrome in preterm infant. Preterm baby means before 37 weeks of gestation born ആയതാണ്. So
പ്രീടൈം ബേബിക്ക് ഹൈ ചാൻസ് ഫോർ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് സർഫക്റ്റൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 28 വീക്സിന് ശേഷമാണ്. ഇതിൻ്റെ മാക്സിമം വരുന്നത് 37 വീക്സിന് ശേഷമാണ്. 28 to 36 വീക്സ് പ്രൊഡക്ഷൻ ടൈം മാത്രമാണ്. പ്രീടൈം ബേബി ബോൺ ആയത് ഈ ടൈമിൽ ഇൻ ബിറ്റ്വീൻ ദീസ് ടൈമാണ്. 28 to 36 വീക്സിലാകാനാണ് ചാൻസ്. അതുകൊണ്ട് ബേബിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം വരുന്നത് ഹയാലിൻ മെംബ്രെയിൻ ഡിസീസ് സർഫക്റ്റൻറ്റ് ഡെഫിഷ്യൻസി കാരണമാണ്. കഞ്ചനൈറ്റൽ കാർഡിയാക് ഡിസീസ് പ്രൈമറി കോസ് ഓഫ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് അല്ല, വെരി റെയർ കോസ് ഓഫ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണ്. ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട്, അത് സിവിയർ ഹൈപ്പോഗ്ലൈസീമിയയിലാണ്. സോ അതും അല്ല. മെറ്റേണൽ ഡയബറ്റസ് മാക്രോസോമിക് ബേബി ആയതുകൊണ്ട് ആ ബേബിയുടെ ഓക്സിജൻ ഡിമാൻഡ് നീഡ് ഇൻക്രീസ് ആയതുകൊണ്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് കോമൺ കോസ് അല്ല. കോമൺ കോസ് ഓഫ് കോഴ്സ് സർഫക്റ്റൻറ്റ് ഡെഫിഷ്യൻസി ആണ്. വിച്ച് അബ്ഗാർ സ്കോർ കമ്പോണൻറ്റ് അസസ് മസിൽ ടോൺ? അബ്ഗാർ സ്കോർ എന്താണെന്നറിയാം. ഓപ്ഷൻസ്: ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി എഫോർട്ട്, റിഫ്ലെക്സ് ഇറിറ്റബിലിറ്റി ആൻഡ് ആക്ടിവിറ്റി. അബ്ഗാർ സ്കോർ ഇനീഷ്യൽ അസസ്മെൻ്റ് ആണ്. ഒരു ന്യൂ ബോണായ ഫസ്റ്റ് മിനിറ്റിലും 10 മിനിറ്റിലും ചെയ്യുന്ന ഇനീഷ്യൽ അസസ്മെൻ്റ് ആണ് ബേബിയുടെ സ്റ്റാറ്റസ്, ബർത്ത് സ്റ്റാറ്റസ് അറിയാൻ. ഏത് കാറ്റഗറിയാണ്, ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ, മദർ സൈഡിലേക്ക് പോകാമോ, ഇങ്ങനെയൊക്കെ നോക്കുന്ന ഇനീഷ്യൽ അസസ്മെൻറ്റ് ടൂളാണ് അബ്ഗാർ സ്കോർ. ഇതിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. അബ്ഗാർ സ്കോർ അതിനകത്ത് 5 ക്രൈറ്റീരിയസ് ആണുള്ളത്. ഇവിടെ ചോദിക്കുക മസിൽ ടോണിന് ഏത് ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യുന്നത്. ഹാർട്ട് റേറ്റ് അല്ല, ഹാർട്ട് റേറ്റ് ബേബിയുടെ കാർഡിയാക് കപ്പാസിറ്റിയാണ്. സോ റെസ്പിറേറ്ററി എഫോർട്ട് അല്ല. റിഫ്ലെക്സ് ആക്ടിവിറ്റി, റിഫ്ലെക്സ് ഇറിറ്റബിലിറ്റി അല്ല. റിഫ്ലെക്സ് ആക്ടിവിറ്റി മേ ബി ഡ്യൂ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസൻ്റ് ആണോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. ബട്ട് ആക്ടിവിറ്റിയാണ് മസിൽ ടോൺ ആയിട്ട് റിലേറ്റ് ആയിട്ട് ഇരിക്കുന്നത്. സോ അതിൻ്റെ ഓപ്ഷൻ ആക്ടിവിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് അസോസിയേറ്റ് വിത്ത് ജസ്റ്റേഷൻ ഡയബറ്റസ്? ജസ്റ്റേഷൻ ഡയബറ്റസ് ഉണ്ടെങ്കിൽ ഏത് കണ്ടീഷനാണ് വരുന്നത്? ഫസ്റ്റ് സ്മോൾ ഫോർ ജസ്റ്റേഷൻ ഏജ്. സ്മോൾ ഫോർ ജസ്റ്റേഷൻ ഏജ് അല്ല, ലാർജ് ഫോർ ജസ്റ്റേഷൻ ഏജ് ആണ് വരുന്നത്. കാരണം ബേബിയുടെ സൈസ് ഇൻക്രീസ് ആയിരിക്കും. സോ അത് എലിമിനേറ്റ് ചെയ്യാം. ഒളിഗോ ഹൈഡ്രാമിനിയോൺ അല്ല, ലാർജ് ബേബി ആയതുകൊണ്ട് തന്നെ ഒളിഗോ ഹൈഡ്രാമിനിയോൺ അല്ല. ഒളിഗോ ഹൈഡ്രാമിനിയോൺ പ്രീ എക്ലാംസിയോട് അനുബന്ധിച്ചാണ് വരുന്നത്. പ്ലസൻറ്റ പ്രീവിയൻ ചാൻസ് ഇല്ല. സോ ഇതിൻ്റെ ഓപ്ഷൻ പോളിഹൈഡ്രാമിനിയോൺസ് ആണ് ജസ്റ്റേഷൻ ഡയബറ്റസ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് വരുന്നത്. വിച്ച് ഹൈപ്പർടെൻസീവ് ഡിസോർഡർ ഓഫ് പ്രഗ്നൻസി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹീമോലൈസിസ്, ഇലവേറ്റഡ് ലിവർ എൻസൈം, ലോ പ്ലേറ്റ്ലെറ്റ്? ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ഹെൽപ്പ് സിൻഡ്രത്തിൻ്റെ ഫുൾ ഫോം. സോ ഓപ്ഷൻസ്: പ്രീ എക്ലാംസിയ, ജസ്റ്റേഷൻ ഹൈപ്പർടെൻഷൻ, ഹെൽപ്പ് സിൻഡ്രം, ക്രോണിക് ഹൈപ്പർടെൻഷൻ. വിച്ച് ഹൈപ്പർടെൻസീവ് ഡിസോർഡർ ഓഫ് പ്രഗ്നൻസി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹീമോലൈസിസ്, ഇലവേറ്റഡ്? ഇത് ഹീമോലൈസിസ്, ഇലവേറ്റഡ് ലിവർ എൻസൈം, ലോ പ്ലേറ്റ്ലെറ്റ്, അതിൽ നിന്ന് തന്നെ അറിയാം ഇത് ഹെൽപ്പിൻ്റെ ഫുൾ ഫോമാണ്. എഗെയിൻ പ്രീ എക്ലാംസിയയിൽ ഹീമോലൈസിസ് ഒന്നും വരുന്നില്ല. ജസ്റ്റേഷൻ ഹൈപ്പർടെൻഷൻ ആണ് പ്രീ എക്ലാംസിയ എന്നും ആയിട്ട് വരുന്നത്. സോ അതിന് രണ്ടും എലൈക്ക് ഓപ്ഷൻ കമ്പയറബിൾ ഓപ്ഷൻ ആയതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യുക. ക്രോണിക് ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം ഹൈപ്പർ ടെൻഷനെ കുറിച്ചുള്ള പല ടൈപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് മേ ബി ദർ ഇസ് ചാൻസ് അത് ഹെൽപ്പ് സിൻഡ്രം ആണ്. സോ ഓപ്ഷൻ ഈസ് ഹെൽപ്പ് സിൻഡ്രം. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ഫീറ്റൽ കോംപ്ലിക്കേഷൻ ഓഫ് പ്രീ എക്ലാംസിയ? പ്രീ എക്ലാംസിയ ഉള്ളപ്പോൾ വരുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫീറ്റൽ കോംപ്ലിക്കേഷൻ മാക്രോസോമിയ, IUGR, പോളിഹൈഡ്രാമിനിയോൺസ്, നിയോനേറ്റൽ സെപ്സിസ്. ഇതിൽ പ്രീ എക്ലാംസിയ മീൻസ് ഹൈപ്പർ ടെൻഷനാണ്. ഹൈപ്പർ ടെൻഷൻ മീൻസ് വാസ്കുലാർ റെസിസ്റ്റൻറ്റ് ഹൈ ആണ്. ഹൈ ആയതുകൊണ്ട് തന്നെ ബേബിക്ക് കിട്ടുന്ന സർക്കുലേഷൻ കുറവാണ്. സർക്കുലേഷൻ കുറവായതുകൊണ്ട് ബേബിയുടെ ഗ്രോത്ത് റിട്ടാർഡഡ് ആയിരിക്കും. ഒരു നോർമൽ ഗ്രോത്ത് ഒരിക്കലും പ്രീ എക്ലാംസിയയിൽ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ബേബി ഓൾവേസ് ലൈക്ക് റിട്ടാർഡഡ് ആയിരിക്കും. അത് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഓപ്ഷൻ നോക്കാൻ. മാക്രോസോമിയ ജസ്റ്റേഷൻ ഡയബറ്റസിൽ ബേബി പേഷ്യൻറ്റിനാണ്. ഇൻഫൻറ്റ് ഓഫ് ഡയബറ്റിക് മദറാണ് മാക്രോസോമിക് ബേബി. സോ എലിമിനേറ്റ് ചെയ്യുക. പോളിഹൈഡ്രാമിനിയോൺ ഫീറ്റൽ കോംപ്ലിക്കേഷൻ അല്ല, അതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യുക. നിയോനേറ്റൽ സെപ്സിസ് മീൻസ് ബേബി ബോൺ ആയതിനു ശേഷം വരുന്നതിനെയാണ് നിയോനേറ്റൽ സെപ്സിസ് എന്ന് പറയുന്നത്. സോ അതും അതിൻ്റെ ഓപ്ഷനല്ല. മോസ്റ്റ് കോമൺ ഫീറ്റൽ കോംപ്ലിക്കേഷൻ
IUGR ആണ്, ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ബിക്കോസ് ഓക്സിജൻ, ന്യൂട്രിയൻറ്റ്, എവറിത്തിങ് ഈസ് ലിമിറ്റഡ് ആണ് ബേബിക്ക് ഈ മദർ ഹാസ് പ്രിയക്ലാംസിയ ഉണ്ടെങ്കിൽ കിട്ടുന്നത്. വാട്ട് ഈസ് ദ റെക്കമെൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ സിവിയർ പ്രിയക്ലാംസിയ അറ്റ് എ ടൈം? സിവിയർ പ്രിയക്ലാംസിയ അറ്റ് എ ടൈം ആണെങ്കിൽ റെക്കമെൻഡഡ് ട്രീറ്റ്മെൻറ്റ്, എപ്പോഴും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ സിവിയർ പ്രിയക്ലാംസിയ അറ്റ് എ ടൈം? ഓപ്ഷൻ ബെഡ് റെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ, ആൻറ്റി ഹൈപ്പർടെൻസീവ് തെറാപ്പി ലോൺ, ഇമ്മീഡിയറ്റ് ഡെലിവറി, മഗ്നീഷ്യം സൾഫേറ്റ് ലോൺ. ഇതാണ് ഓപ്ഷൻസ്. എപ്പോഴും ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ആൻസർ കാണാൻ ചാൻസ് ഉണ്ട്. റെക്കമെൻഡ് ട്രീറ്റ്മെൻറ്റ്, റെക്കമെൻഡ് ചെയ്യുന്ന ഫോർ സിവിയർ പ്രിയക്ലാംസിയ. സിവിയർ പ്രിയക്ലാംസിയ വന്നാൽ നെക്സ്റ്റ് എക്ലാംസിയയിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സിവിയർ പ്രിയക്ലാംസിയിൽ കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആണ് മഗ്നീഷ്യം സൾഫേറ്റും ആൻറ്റി ഹൈപ്പർടെൻസീവ് ട്രീറ്റ്മെൻറ്റും. പക്ഷേ അറ്റ് ടേം ആണ്, പേഷ്യൻ്റ് ടേം ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീ ടേം ആയിരുന്നെങ്കിൽ, ഈ പേഷ്യൻ്റ് പ്രീ ടേം ഒരു 32 വീക്സ് ആയിരുന്നെങ്കിൽ പേഷ്യൻ്റ് ആൻറ്റി ഹൈപ്പർടെൻസീവും മഗ്നീഷ്യം സൾഫേറ്റും ബെഡ് റെസ്റ്റും കൊടുക്കണമായിരുന്നു. ബട്ട് ബേബി ഈസ് ടേം ആണ്, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് റെക്കമെൻഡ് ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ഡെലിവറി ആണ്. ബേബി ടേം ആയതുകൊണ്ട് ആണ്. സോ ഓപ്ഷൻ ഈസ് ഇമ്മീഡിയറ്റ് ഡെലിവറി.